സിറ്റ് ഔട്ടിൽ ഇരുന്നാ മതി. ആ എന്താണ് പോവാ പോവാ പോവല്ലേ? ആ ഇന്ന് പോവാ പോവാ പറയുന്നത്. എന്താ അമ്മ ഒന്ന് ചിരിക്കേ? അപ്പോഴേ അത് ഫ്രൂട്ട്സ് കാണിച്ചു കൊടുക്ക്. കുറേ വീഡിയോസുകൾ കൂടെ കണ്ടൊരു സംഭവമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കും ഉണ്ടാക്കി നോക്കണ്ടേ ലേട്ടാ? നമ്മൾ ഉണ്ടാക്കി നോക്കില്ല. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. ബാ ബാച്ചു ബാമു അമ്മു ഇങ്ങോട്ട് വാ. എവിടേക്കാ? എങ്ങനെ പോയാലും നമ്മൾ അടുക്കളയിൽ എത്തുള്ളൂ. മുന്തിരി ഇവിടെ നിർത്താൽ മതി. അമ്മുട്ടി എടുത്തിട്ട് കൊണ്ടുപോവാ. എപ്പോൾ കിട്ടുമ്പോഴില്ലേ പച്ചമുന്തിരി ഭയങ്കര കുളിപ്പായിരിക്കും കേട്ടോ. മേമ എന്താ ചെയ്യാനാണോ അല്ലേ? വലുതുണ്ടോ? ഞാൻ ഓരോന്നല്ലേ വാങ്ങാൻ പറഞ്ഞത്. ഓരോന്നാണെന്ന് കിട്ടില്ല. കാക്കിലോ എല്ലാം പാടെ ആകുമ്പോൾ രസം ഉണ്ടാവില്ല വിചാരിച്ചു. തണ്ണിമത്തം മാറ്റി വെച്ചോട്ടോ. തണ്ണിമത്തന് വേണോ? അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? ഞങ്ങൾ കുറെ ദിവസമായിട്ടോ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണം എന്നുള്ളത് ഭയങ്കര. അമ്മ പച്ചമാങ്ങ കിട്ടിയില്ല. അതോ ഇവിടെ ഇല്ല പച്ചമാങ്ങ. ഞാൻ കുറെ ദിവസമായി മാങ്ങയ്ക്ക് കൊതി വിട്ടിരിക്കുന്നു. കുക്കുംബർ കിച്ചു പറയണേ എന്താ ഉണ്ടാക്കണെന്ന് അറിയാണ്ട് നിൽക്കണേ. കുഞ്ഞുണ്ണിയൊക്കെ ഇവിടെ. ആ മുന്തിരിയൊക്കെ തൊലി കളഞ്ഞിടാൻ മുട്ടി. തൊലി കളഞ്ഞിട്ട് തൊലിയല്ല അതിന്റെ ഇത് കളഞ്ഞിട്ട് നിൽക്കത്. നമ്മ ബാ എല്ലാരും പാടെ കൂടി ചെയ്യാം. പേരയ്ക്ക നെയ്സിൽ അങ്ങനെ തൊള്ളയിലിടണില്ലേന്നോ വിചാരിക്കും ആൾക്കാർ വിചാരിക്കുന്നത് ഈ തൊള്ളാന്നുള്ളത് അല്ലേ. വായ ഞങ്ങളുടെ ഇവിടുത്തെ ശരി പേരയ്ക്കാട്ടോ. അമ്മുട്ടി അവിടെ ഒന്ന് പോയിട്ട് സുർക്ക എടുത്തിട്ട് വന്നാ. അവിടെ സുർക്ക ഉണ്ട്. അല്ലെങ്കിൽ ഒരു നാരങ്ങ എടുത്തിട്ട് വാ. ഓ കഴിഞ്ഞു. അടുത്ത വന്നേ കഴിഞ്ഞു. അവന് ഒന്ന് കൊടുക്ക് ലേട്ടാ. കഴിഞ്ഞുട്ടാ. തോന വേണോ? ഓക്കെ ഏട്ടാ നമുക്ക് കഴിക്കാനുള്ള പോരെ? പേരയ്ക്ക എന്താ വാടിയിട്ട് അതെ. കല്ലടിക്കോട് അച്ഛന് അല്ലെങ്കിലേ വെയ്യ. അതിന്റെ ഇടയിൽ അതിനെയും ഇതിനെയൊക്കെ കൊണ്ടുപോവുക. അപ്പോഴേ നമ്മളിന്ന് പൊന്നൂസോക്ക് നമ്മളിന്നില്ലേ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താ ഓരോ തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏട്ടൻ്റെ ചുമ കൂടി 3 പ്രാവശ്യം ആശുപത്രിയിലൊക്കെ പോയി. പക്ഷെ ഏട്ടൻ്റെ ചുമ കുറയുന്നില്ല. അങ്ങനെ ആക്കിയിട്ട് കേട്ടോ. പൊന്നൂസിന് കൊടുത്തോ? അവന് മുന്തിരി കൊടുത്ത അവന് 2-3 എണ്ണം മുന്തിരി ഇഷ്ടമായിക്കണു. അത് പെറുക്കി തിന്നുന്നുണ്ടോ? ഇന്ന് ഞങ്ങൾ ഉച്ചക്കില്ലേ ചോറിൻ്റെ ഇട്ടില്ല. ഞങ്ങൾ എന്താ കഴിച്ചത്? തണ്ണിമത്തൻ അല്ലേ കിച്ചുട്ടാ? കിച്ചു കഴിച്ചുട്ടോ. കിച്ചുവിന് എന്താ കിച്ചു മാത്രമേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് എന്താ ഇനി വൈകുന്നേരത്തെ ചോറ് വയ്ക്കണ്ട. ചോറുണ്ട് ഇഷ്ടം പോലെ. ചുക്കോ അത് വേണ്ട. സുർക്കടെ അത് മേമ എന്ത് ചെയ്യുന്നു? മേമ അയൽക്കൂട്ടത്തിന് പോയിട്ടുണ്ടാവും.
ഇതാ ആപ്പിളിന്റെ കളർ എന്തെങ്ങനെ എല്ലാം ആ നല്ല അതെ ഇനി വേനൽക്കാലം കൂടിയല്ലേ വരുന്നത്, ഇനി ഒന്നും കൂടിയും വില കൂടും. ഞങ്ങള് അല്ലല്ല ഞങ്ങൾ ഇനി അധികം വാങ്ങുക ഏതാണെന്നറിയോ? തണ്ണിമത്തം വാങ്ങും ഞങ്ങൾ എപ്പോഴും. തണ്ണിമത്തം വാങ്ങിയിട്ട് വേനൽക്കാലം കഴിയോളം തണ്ണിമത്തം വാങ്ങും കേട്ടോ. ആഴ്ചക്കൊന്നല്ല, ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ വാങ്ങും. തണ്ണിമത്തനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. വെള്ളം പോലെ വെള്ളം പോലെ കുടിക്കാലോ അല്ലേ? ഇത് നല്ല കാറ്റാണ്, പക്ഷെ ഭയങ്കര ചൂടും. ചില കുട്ടികളെ ഇപ്പം അച്ചൂന്ന് പേര്, കിച്ചൂന്ന് പേരുണ്ട് പറഞ്ഞാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുട്ടികളെങ്ങനെ വിളിക്കത്രേ, അമ്മു കിച്ചു കിച്ചൂന്ന്. കിച്ചൂന്നോ? അമ്മൂട്ടിയെ നോക്കോ? അർജുൻ. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വിളിച്ച പേരേതാന്നറിയോ? ഞങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ച പേരേതാന്നറിയോന്ന്? അമ്മൂട്ടി, അമ്മൂന്ന് ലേട്ടാ. നമ്മൾ ഇനി തിന്നുണ്ട് അമ്മൂട്ടി എടുത്തമ്മ എന്നാ മൊത്തേ ഇതെടുത്തോ? ഇന്നെടുത്ത മുന്ന എന്താ അമ്മോ, നമ്മുടെ കുട്ടിക്ക് വേണ്ടത് നമ്മുടെ കുട്ടി തിന്നി. ഇതാണ്ടോ കുഞ്ഞനെവിടെ? അയൽക്കൂട്ടത്തിന് പോയിക്കണേ. നാളെ നമ്മുടെ ഇവിടെ കാരുണ്യ വിപ്ലവമാണ് കേട്ടോ. ആ കാർത്തികേയൻ പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാരുണ്യ വിപ്ലവം അതന്നെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പോൾ 26-ാം തീയതി ഇന്ന് ബൈക്ക് റാലിയൊക്കെ ആയിരുന്നു. അതിനുള്ള പൈസ കിട്ടിയാൽ മതിയായിരുന്നു ഭഗവാനെ. 3 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ ചില്ലറ പൈസയൊന്നും അല്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞു വെച്ച 2 കോടിയൊന്നും കിട്ടിയിട്ടില്ല, 1,25,00,000 അല്ലേട്ടാ. അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നാളത്തോടെ പിരിവ് അവസാനിക്കും കേട്ടോ. അപ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു. നല്ല മനസ്സുള്ളവരൊക്കെ കൊടുക്കട്ടെ ഭഗവാൻ. നാളെ പറഞ്ഞാൽ 26-ാം തീയതി കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റണ ഒരു സംഖ്യ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിലും കൂടി ഇല്ലാത്തവരും കൂടി പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ പൈസകൾ മുടക്കി മാറ്റി വെക്കണോ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാതെ എന്തിനൊക്കെ പൈസകൾ നമ്മളെടുത്ത് എന്താ അതന്നെ കിച്ചുട്ട. മനുഷ്യന് അസുഖം അതേട്ടാ. എൻ്റെ അമ്മോ എനിക്ക് പേടിയോന്ന്. അവർക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. അന്നന്ന് നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് പോവാച്ചാലും ഒരു കുഴപ്പമില്ല. പൊന്നൂസിന്റെ കഴിഞ്ഞ പൊന്നെ അമ്മോ ഇതില് മുളക് പൊടിയൊക്കെ ഇടണേ. കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല. ചെറുള്ളി
അതില്ല കേട്ടോ വേണ്ട കിച്ചു, ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പയ്ക്ക് ചക്ക നോക്ക്. ഇതിന്റെ തലല്ലേ കൊണ്ടുപോയിട്ട് മണ്ണിൽ വെച്ച് കഴിഞ്ഞാ വെച്ചാൽ അതുണ്ടാവും. ഒന്നുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായി കൊണ്ടേ ഇരിക്കില്ല കേട്ടോ. ഇവിടെ ആദ്യം പൈനാപ്പിളിന്റെ തരുന്നില്ലേ? രാധേട്ടരോടന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നു. നമ്മുടെ ഈ തറവാടൊന്ന് കാണിച്ചു കൊടുക്ക്. ചിലവരില്ലേ തറവാടിൽ തന്നെയാണോ തറവാട്ടിൽ തന്നെയാണോ ചോദിക്കും. അതാ തറവാട്. തെച്ച് പറയുന്ന കേട്ടോ, തറവാടല്ല ഞങ്ങളുടെ കൊട്ടാരം. ഈ ജനിച്ചത് അൽമേല. എല്ലാ പെമ്മക്കളുടെ മക്കളും ഫസ്റ്റ് എവിടെ ഇരിക്കുന്നറിയോ? അമ്മമ്മ വീട്ടില്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ കളിയും ചിരിയൊക്കെ ആവാറാവുമ്പോൾ വേഗം അച്ഛൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അതുവരെ അമ്മമ്മമാർക്കുള്ള പണിയാണ്. എന്തെന്നറിയോ? ചെറിയ കുട്ടികളാവുമ്പോൾ അവരുടെ വാശി നോക്കല്, അവരുടെ കാര്യങ്ങൾ നോക്കല് ഒക്കെ. അച്ഛമ്മ എന്താ, ഞാനമ്മയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അത് കഴിഞ്ഞിട്ട് അതുവരെയാണ് ബുദ്ധിമുട്ടേ. ചെറിയ കുട്ടിയാകുമ്പോൾ 6 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലടാ. 56 വരില്ല, 90 ഒന്നല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ട് ഒക്കെ വരുള്ളൂ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഒക്കെ അച്ഛൻ വീട്ടിലാണ്. കുട്ടികൾക്ക് മുഴുവൻ അച്ഛമ്മയോട് ഒക്കെ ആയിരിക്കും സ്നേഹം ഉണ്ടാവുക. പിന്നെ കണ്ടാ ചില കുട്ടികളും മിണ്ടില്ല. അപ്പൊ പറയില്ലേ, അമ്മമ്മമാര് പറയില്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്ര ഞാൻ നോക്കിയതാണ്, എന്നിട്ട് എന്താ കാര്യം? കാല് വളരുന്നുണ്ടോ ഞാൻ എന്റെ ഡയലോഗൊന്നുമല്ല, നമ്മുടെ തന്നെ. അതെ അമ്മൂട്ടി പറയണല്ലേ, എപ്പോഴും പറയാണ്ട് കയ്യ് വളരുന്നുണ്ടോ. അയ്യോ തപാസ കേട്ടതോ ലേട്ടാ. ഏട്ടന് തോന്നിയിട്ടില്ല അങ്ങനെ? കുട്ടിയോളല്ലേ പഴുത്തക്കണം. പണ്ടൊക്കെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാലേ, ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് പോയാൽ ഇത് അവർ കഴുതച്ചക്ക തരില്ല കേട്ടോ. ഓരോ പീസ് നമുക്ക് കഴിക്കാൻ തരും. എന്താണോ വെച്ചാലും ഉണ്ടാവും അവരുടെ വീട്ടിൽ. ഇപ്പം നമ്മൾ കുറേയിട്ട് ആരുടെയും കല്യാണം ഇല്ലല്ലോ നമുക്ക്. കല്യാണങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. ഇനി കല്യാണങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കണം, നമ്മുടെ തറവാട്ടിൽ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിലില്ലേ അമ്മു ചേച്ചി വലുതാവണം. അതെന്തായാലും ഒരു 8-10 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എവിടുന്ന് സുകന്യ ഉണ്ടാവും. എന്താ അയൽക്കൂട്ടത്തിന് പോയിട്ടുണ്ടാവേ. മേമ അതന്നെ പറയുന്ന, അവൻ മേമാന്ന്. ഏട്ടാ ഓ ഇനി അപ്പ നിന്റെ അമ്മ ആരാ? ഞാനാരാ? പൊന്നു. ഏട്ടാ കുഞ്ഞുണ്ണിയൊക്കെ അവിടെ ആവേ ഏട്ടാ ഈ തണ്ണിമത്തം വേണോ? വാട്ടർ മെലൺ വരുമ്പോൾ സൈക്കിളിൽ ഈ ഫ്രൂട്ട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ പാടില്ല ചേട്ടാ. കുഞ്ഞു കുഞ്ഞോനെ കുഞ്ഞു
ഏട്ടാ ഇതിലേ എല്ലാതും പാടെ കൂടിയിട്ടില്ലേ കുറച്ച് ദിവസം എടുത്തിട്ട് മാറ്റി വെക്കും കേട്ടോ. എന്താന്നറിയോ, ചെറിയവർക്ക് കഴിക്കാനേ. എന്നാ പൊന്നെ എന്നാ പൊന്നെ ഒരു പ്രശ്നമില്ല, നാവ് പൊള്ളുന്ന്. ഇത് വേണ്ടേ? ശബരിമലയിൽ പോയിട്ടേ ഇതാ വേണ്ട. നമ്മള് മറ്റേ കവയ്ക്ക് പോയപ്പോ ഇത് അപ്പല്ലേ നമ്മള് പൈനാപ്പിൾ വാങ്ങുമ്പോ അവര് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഉപ്പുമുളക് ഇട്ടിട്ട്. എന്റെ കൂട്ടുകാരനെ കൊണ്ടുവരാ കുഞ്ഞമ്പട വാ. ചായ വെച്ചോ പെണ്ണേ? അമ്മ പറഞ്ഞു ചായ വെച്ചിട്ടില്ല പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വാ നമുക്ക് വായ. ആരാ ആരാടി? ആരത്? സേഫുത്താത്തെ വീഡിയോ എടുക്കട്ടെ. ഇങ്ങോട്ട് വായോ. പിന്നെ വരാനോ? ഏത് സാധനം? നെറ്റിപ്പട്ടോ? അപ്പുറത്ത് കൂടെ കേറോ? നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും കേറിക്കോളിയൊന്നും. നിങ്ങളെ വീഡിയോ ഒന്നും എടുക്കില്ല ഞാൻ. സുന്ദരിയല്ലേ, ഒന്ന് കണ്ടൂടെ? വേണ്ട കേട്ടോ, വേണ്ട. വീഡിയോ എടുക്കണ്ട. ആ വാതിൽ വർക്ക് പോയിട്ട് ചായല്ലേ ഞങ്ങക്ക് തരാണ്ട്. ആ എന്നെ നിങ്ങളെന്താ പറഞ്ഞ നിങ്ങക്ക് തരാണ്ട് സുകന്യ ഒന്നും തിന്നില്ലാന്നല്ലേ? നിങ്ങക്ക് തരാണ്ടല്ലേ സുകന്യ? ഏട്ടെന്താ പറഞ്ഞത്? സുകന്യക്ക് തരാണ്ടെന്ന് സുകന്യ തിന്നില്ല. സുകന്യക്ക് അങ്ങനെയൊന്നും എനിക്ക് തരാണ്ടെന്ന് തിന്നാൻ പാടില്ല. ഫ്രീസറിലല്ലേ ഇത് വെച്ചിക്കണേ, തണ്ണിമത്തം വെച്ചിക്കണേ. കല്ല് പോലെയായിട്ട് എടുത്ത് കളയാനാ. ഫ്രീസറിന്റെ ഉള്ളിലാക്കി, ഫ്രീസറിന്റെ താഴേക്ക്. പിന്നെ സൂചിയ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണ്ണിമത്ത പൊച്ചക്ക് തന്നില്ലേ? മതിയാവല്ല. ഇതൊരു കഷ്ണം ഇങ്ങനെ മുറിച്ച് തരാൻ. അത് കാൽപത്തിനോട്ട് അത് എവിടെയെങ്കിലും വെച്ചിട്ടിട്ട് ആ സാധനം ഭയങ്കര ഡേഞ്ചറാണ്. ഒരു വാഴ എടുത്തിട്ട് എന്നാണ് അറ്റിച്ചു വേണം. എടുത്തിട്ട് വായട്ടാ, വാഴയില എടുത്തിട്ട് വാ. ആവോ എന്താ ഫ്രൂട്ട്സ് തരട്ടെ? ഷുഗർ അല്ലേ അല്ലേ? ഏട്ട ഓണാക്ക്, ഓഫാക്ക്, എന്നിട്ട് അവർക്ക് കൊടുക്കും. പോവാ. ചക്ക അടുത്താഴ്ച തരാട്ടോ. ഇനി തൊട്ട് പോരുത് കിച്ചു. പോയിട്ടൊരു വാഴയില വെട്ടിട്ട് പോയ വലുത്. അതിന് എന്താ വെയ്യായ എന്നെ ഒരാളുടെ മാറും. എന്നിപ്പോ വൈകുന്നേരം ആരും ചോറിനില്ലാന്ന് തോന്നണത്. എടി അതില ഇതില് കൊറച്ച് കറിയുണ്ട് മറ്റേത്. ഞാൻ പോയിട്ട് വന്നോളൂ. ഞാൻ ചോദിച്ചു ചായ ഇല്ലേന്ന്. അപ്പൊ ഇല്ല പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ചായ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നീ സുകന്യ ചായ വെക്കുമ്പല്ലേ നല്ല പാലുണ്ടാവും കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ വെക്കാനേ പോയില്ല. ചായ കുടിച്ചു എന്ന് തോന്നണമെങ്കിൽ പാലും പൊടിയൊക്കെ കൃത്യമായിട്ട് വേണം.
ഇല്ലെങ്കിൽ ചായ കുടിച്ചു വറവെള്ളം പോലെ ആയിട്ട് എന്താ ചായക്ക് രസം ലെമോ അതാ ഹരിപ്പ അമ്മൂട്ടിയും വെക്കും ചായ നന്നായി. അമ്മ ഒരു ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചായ വെക്കുക. ഞാനാണെങ്കിലോ ഞാൻ ചായ വെക്കുമ്പോഴേ തോനെ വെള്ളം ഒഴിച്ചിട്ടോ പാല് കമ്മിയാവും. വെക്കേണ്ട പോലെ വെക്കുകയൊക്കെ ചെയ്യും. ഞാൻ വിചാരിക്കും നാളെയും കൂടി എത്തുക അച്ചാലോ. എടീ സു ഇനി ചോറ് വെക്കണ്ടല്ലോ, ചോറില്ല ഇഷ്ടം പോലെ. കിച്ചു ഇത് നല്ല പോലെ കഴുകിട്ട് വാ. പറഞ്ഞല്ലേ ടെറസിന്റെ മുകളിൽ കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല വെയിലാ. എന്റെ കുഞ്ഞു ആ കുഞ്ഞുണ്ണി കുഞ്ഞിനൊക്കെ എവിടെ വിളിക്ക്. ഇതാ നീ കുടിച്ച ചായ, അല്ലെങ്കിൽ ഞാൻ അടുത്ത് കുടിക്കത്. ചായയുടെ ഒരു നിറം കണ്ടാ മതി. ചായ ചായ കുടിച്ചോ? മുളക് പൊടി, ഉപ്പ്, സുർക്ക, ഇതാ വിനാഗിരി കേട്ടോ. നമ്മുടെ ഇവിടെ സുർക്ക എന്ന് പറയാം. നന്നായി മിക്സ് നല്ല പോലെ ഇതാ എല്ലാവർക്കും മിക്സ് ചെയ്ത് അറിയുമല്ലോ. അപ്പൊ പോവല്ലേ കുടുംബസംഘത്തിൽ മേമേനെ വിളിച്ചാ? ഈ വിനാഗിരി വെച്ചപ്പോഴാണ് അതിന്റെ മണം ശരിയായത്. നമ്മള് ഫ്രൂട്ട് സ്റ്റാൾ പോകുമ്പോൾ കഴിക്കില്ലേ, വെറുതെ ഉണ്ടായത് വിനാഗിരി വെച്ചപ്പോഴാണ് ശരിയായത്. ഫ്രൂട്ട്സ് ഇട്ടോട്ടോ, കണ്ടില്ലേ ഇങ്ങനെ വെക്കാലേ. ഇങ്ങനെ കണ്ടുട്ടോ. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. കഴിച്ചു നോക്കട്ടെ എന്തായാലും അല്ലേ. ഒഴിക്കട്ടെ. അപ്പോഴേ നമ്മൾ ആദ്യം ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്താന്നറിയോ കുട്ടികളിലേട്ടാ അല്ലേ സൂനിയെ? അപ്പൊ നമുക്ക് ബാ ഒഴിക്കാത്തത് എന്താ ബായോ ബായോ ഇളക്ക് 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 എന്താ. അപ്പോഴേ നമ്മൾ ആദ്യം ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്താന്നറിയോ കുട്ടികളിലേട്ടാ അല്ലേ സൂനിയെ? അപ്പൊ നമുക്ക് ബാ ഒഴിക്കാത്തത് എന്താ ബായോ ബായോ ഇളക്ക് 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 എന്താ മനസ്സുണ്ടോ? അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കും, നല്ല എരിവുണ്ട്. ഉള്ള കാര്യം സത്യസന്ധമായി പറയാലോ, മുളക് പൊടി കുറച്ച് കൂടി, അതുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്പോഴേ ആരോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരു പാക്ക് ചെയ്യട്ടെ. അവിടെ ഉണ്ടോ? അപ്പോൾ ഞങ്ങളെ അതെ ചേച്ചിമാരൊക്കെ ഉണ്ടോ? വരുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ കൊടുക്കാലോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.